തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിലെ 6 LDFന് എതിരില്ല. ആന്തൂർ നഗരസഭ, മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത്, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ 2 വാർഡുകളിൽ വീതമാണ് LDF ജയമുറപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ ജില്ലയിൽ ആകെ ലഭിച്ചത് 8290 നാമനിർദ്ദേശ പത്രികകളാണ്. ജനവിധി തേടുന്നവരിൽ 3934 പുരുഷന്മാരും 4356 സ്ത്രീകളും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനമായ ഇന്നലെ 2741 പേരാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിൽ 1766, നഗരസഭകളിലായി 528, കോർപ്പറേഷനിൽ 101, ജില്ലാ പഞ്ചായത്തിൽ 39, ബ്ലോക്ക് പഞ്ചായത്തിൽ 307 എന്നിങ്ങനെയാണ് നാമനിർദ്ദേശ പത്രികകളുടെ കണക്ക്. CPMന്റെ ശക്തി കേന്ദ്രമായ ആന്തൂർ ഉൾപ്പെടെ ജില്ലയിൽ 6 LDF സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ എതിരില്ല. ആന്തൂർ നഗരസഭയിൽ 2ാം വാർഡിൽ K രജിതയ്ക്കും 19ാം വാർഡിൽ K പ്രേമരാജനും, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 6ാം വാർഡിൽ CK ശ്രേയയ്ക്കും എതിരാളികളില്ല. 5ാം വാർഡിലെ IV ഒതേനനും, കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ P രീതിക്കും, 14ാം വാർഡിൽ PV രേഷ്മയ്ക്കും ജയമുറപ്പായി. അട്ടിമറി വിജയം അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കോൺഗ്രസിനായില്ല. കേരളത്തിലെ പ്രതിപക്ഷമില്ലാത്ത ഏക നഗരസഭയായ ആന്തൂരിൽ രൂപീകൃതമായ 2015 28 വാർഡുകളിൽ 14 സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2020 നടന്ന തെരഞ്ഞെടുപ്പിലും 6 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ഇത്തവണ ജില്ലയിൽ 3 തദ്ദേശ സ്ഥാപനങ്ങളിലായി 6 വാർഡുകളിലെ മേൽക്കൈ പ്രചാരണ രംഗത്ത് LDFന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സുമേഷ് മൊറാഴ, News 18 കണ്ണൂർ.